കൊല്ലം കോർപ്പറേഷനിലെ വടക്കും ഭാഗം വാർഡിലാണ് ഇത്തവണ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരിടം. LDFിന് വേണ്ടി കൊല്ലം മേയർ ഹണി വീണ്ടും മത്സരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത് കോൺഗ്രസ് കൗൺസിലർ കുരുവിള ജോസഫാണ്. സിറ്റിംഗ് കൗൺസിലർമാർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏക വാർഡെന്ന പ്രത്യേകതയും വടക്കും ഭാഗത്തിനുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ ഏവരും ഉറ്റുനോക്കുന്ന വാശിയേറിയ മത്സരം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് വടക്കും ഭാഗം വാർഡ്. കാരണം അവിടെ മത്സരിക്കുന്നത് നിലവിലെ മേയറായിട്ടുള്ള ഹണിയും ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥിയായി എത്തുന്നത് UDFന്റെ മുണ്ടക്കൽ വാർഡിലെ സിറ്റിംഗ് കൌൺസിലറായിട്ടുള്ള കുരുവിള ജോസഫുമാണ്. 3 തവണയായി ഈ വടക്കുംഭാഗം വാർഡിനെ തന്നെ പ്രതിനിധീകരിക്കുന്ന ആളാണ് മേയർ ഹണി. എങ്ങനെയാണ് ഈ പ്രചരണം നടക്കുന്നത്, ഈ ഒരു പോരാട്ടത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് മേയറോട് തന്നെ ചോദിക്കാം. എന്തായാലും വീണ്ടും 4ാമത്തെ തവണ ഇവിടെ നിൽക്കുകയാണ്. ഇത്തവണ എനിക്ക് തോന്നുന്നു ഒരു ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഒരു സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ജനങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ട്, ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ട്. അവരുടെ ഏത് പ്രശ്നങ്ങളിലും എപ്പോഴും അവരോടൊപ്പം കാണുന്ന ഇടതുപക്ഷത്തിന്റെ സഹാക്കൾ തന്നെ. CPMന്റെയും CPIയുടെയും സഹാക്കളാണ് അവരുടെ ഏത് നിർണായകമായ വിഷയങ്ങളിലും ഇടപെടുന്നത്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് പുള്ളിക്കടച്ചേരിയിലാണ്. പുള്ളിക്കടച്ചേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമായത്. പക്ഷെ റെയിൽവേ പാളം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10-70 വർഷം മുമ്പ് 50 കുടുംബങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചതാണ്. ശരിക്കും ഇവരെ പുനരുദ്ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്കുണ്ട്. പക്ഷെ ആ റെയിൽവേ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ 10-30 വർഷക്കാലമായി ഈ റെയിൽവേ പുള്ളിക്കടയെ നമുക്ക് ഏറ്റെടുക്കാൻ കൊല്ലം കോർപ്പറേഷൻ തയ്യാറായി. 2015 ഞങ്ങൾ 5 കോടി രൂപ റെയിൽവേക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു. അന്ന് DRM നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ചു. ഇവിടെ ഇന്നിപ്പോ നമുക്ക് ഈ മഴയത്തും നമുക്ക് നന്നായി നടക്കാൻ പറ്റുന്നു. അന്നത്തെ അവസ്ഥയെന്ന് വെച്ചാൽ നമ്മൾ മുട്ടിന് മേല് വെള്ളപ്പൊക്കം പോലെ ഉണ്ടാകുന്ന ഒരു പ്രദേശമായിരുന്നു. ആ വെള്ളത്തിനകത്തൂടാണ് റെയിൽവേ DRM ഈ ചേരി സന്ദർശിക്കുകയും ഇവിടെ വന്ന ജനങ്ങളുടെ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ഭൂമി വിട്ടുതരാമെന്ന് വാക്കാൽ സമ്മതിച്ചു പോയത് അന്ന് കളക്ടർ കൌശികൻ ആയിരുന്നു. കൌശിക സാറിന്റെ നേതൃത്വത്തിൽ മേയറും അന്നത്തെ MLA മന്ത്രിയുമായിരുന്ന ഗുരുദാസ്, വളരെ ബഹുമാന്യനായ ഗുരുദാസ് വളരെ വലിയ ഇടപെടൽ നടത്തിയതാണ്. ആ സന്ദർഭത്തിൽ സമ്മതിച്ചെങ്കിൽ പോലും പിന്നെ റെയിൽവേ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. 3 തവണ തെരഞ്ഞെടുത്ത ജനങ്ങളെ ഇത്തവണയും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാര്യം കൊല്ലം കോർപ്പറേഷനിൽ വേറൊരിടവും സിറ്റിംഗ് 2 കൌൺസിലേഴ്സ് തമ്മിലൊരു മത്സരമില്ല. ഇപ്പോ കുരുവിളയാണെങ്കിലും വലിയ കുറ്റമൊന്നും ആരും പറയാത്ത ഒരാളാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം പുള്ളിക്കടയിലെ ജനങ്ങളും വടക്കും ഭാഗത്തെ ജനങ്ങളും പൂർണ്ണമായി എന്നോടൊപ്പം ഉണ്ട്. ഉറച്ച വിശ്വാസമുണ്ട്, മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പോൾ 2 കൌൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാണോ നല്ല വികസനം നടത്തിയത് അവർക്ക് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും പുള്ളിക്കടയിലെ ജനം എന്നെ കൈവിടില്ല, ഈ വടക്കും ഭാഗത്തെ ജനം എന്നെ കൈവിടില്ല, അതെനിക്ക് ഉറപ്പാ. വാശിയേറിയ മത്സരം നടക്കുന്ന വാർഡിൽ ഈ നിലവിലെ കൌൺസിലർ, അതായത് മുണ്ടക്കിലെ കൌൺസിലറാണ് UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. മേയറുടെ വാർഡിലാണ് വന്ന് നിൽക്കുന്നത്. വലിയ റിസ്ക് അല്ലേ എടുത്തിരിക്കുന്നത്? മേയറുടെ വാർഡാണ്. ഈ ഡിവിഷനിലെ മുഴുവൻ ഈ നിൽക്കുന്ന പ്രദേശം ഒന്ന് മുഴുവൻ ഷൂട്ട് ചെയ്ത് കാണിക്കണം. കഴിഞ്ഞ 20 വർഷക്കാലമായി കൌൺസിലറാണ്. കഴിഞ്ഞ 15 വർഷക്കാലം ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന കൌൺസിലറാണ് ഈ പറയുന്ന മേയറും എതിർ സ്ഥാനാർത്ഥിയും. ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങളിത് കാണണം. പുഴുക്കളെ പോലെ ഒരു പറ്റം ജനങ്ങൾ ഈ നാട്ടിൽ. ഈ പുള്ളിക്കടയിൽ എന്ത് വികസനം ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മൾ നിൽക്കുന്ന ഈ ഓടയല്ലാതെ ഒരു വികസനവും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവർ പറയുന്ന റെയിൽവേ ആണ് കുറ്റം പറയുന്നത്. കഴിഞ്ഞ 15 വർഷം ഇവർ കൌൺസിലറും ഇവരുടെ ഗവൺമെന്റും ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇവരിത് ആരെയാണ് കുറ്റം പറയുന്നത്? ഇവർ നാളെ ഇനി 5 വർഷം കൂടി ഇവർക്ക് അവസരം കിട്ടിയാൽ നാളെയും പറയുന്നത് എന്തുവാണ്? റെയിൽവേ കുറ്റം പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കൌൺസിലറിനെ നിങ്ങൾ തെരഞ്ഞെടുക്കരുതെന്നാണ് എനിക്ക് ഇവരുടെ ജനങ്ങളോട് പറയാനുള്ളത്. എടുത്ത റിസ്ക് വെറുതെ ആവില്ല. റിസ്ക് അല്ല. ഇവിടുത്തെ ജനങ്ങളെ നമുക്കറിയാം. ജനങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവർക്ക് പ്രതികരിക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ കാൻഡിഡേറ്റ് ഞാനാണെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും ഉറപ്പായിട്ടും ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ വിജയിക്കുമെന്നാണ് എന്റെ ശുഭാപ്തീക്ഷ. ഈ പരമാവധി ആളുകളെ പലതവണ നേരിൽ കണ്ട് എന്നെ വോട്ട് ചോദിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയും. എന്തായാലും വലിയ വാശിയേറിയ മത്സരം തന്നെയാണ് ഈ വടക്കുംഭാഗം വാർഡിൽ നടക്കുന്നത്. വിധി എന്താണെന്ന് അറിയാൻ നമുക്ക് ഫലം വരുന്നതുവരെ കാത്തിരിക്കാം. കൊല്ലത്ത് നിന്ന് കണ്ണൻ തിരുമലയ്ക്കൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.